റിട്ടയർഡ് ശ്രീ സക്കറിയ ജോർജ് ഈ ഘട്ടത്തിൽ നമ്മോട് പ്രതികരിക്കാനുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഒരുപാട് വട്ടം നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓരോ ആഘോഷവേളകളിലും ഇത്തരത്തിൽ നൂറുകണക്കിന് കേസുകൾ ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഈ ലഹരി ആദ്യം നമ്മൾ മദ്യവിരുദ്ധ സമിതിയായിരുന്നു, ഇതിപ്പോൾ കഞ്ചാവും കഴിഞ്ഞിതിപ്പോൾ MDMA, മെറ്റാഫിൻ, എന്തൊക്കെയോ പേരുകളൊക്കെ പറയുന്ന അത്തരത്തിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് ലഹരികൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭയാനകമാണത്? ഞാൻ നേരത്തെ ഒരു ചർച്ചയില് പറഞ്ഞിരുന്നു, ഈ കേരളം മുല്ലപ്പെരിയാർ പൊട്ടി വെള്ളം കയറി 3-4 ജില്ല മുങ്ങുമെന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു. അതിനേക്കാളും വലുതാണ് കേരളം മൊത്തം മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങി എന്നുള്ള ഒരു യാഥാർത്ഥ്യം. ഇത് നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിനുള്ള കരുത്തില്ല, അതുപോലെ താല്പര്യമില്ല. ഈ കരുത്തും താല്പര്യവും ഇല്ലാത്തതിന്റെ കാര്യം നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്യൂറോക്രസി എന്ന് പറയുന്നതും ജനത്തിനോട്, നീതിദായകരോട് സ്നേഹമില്ല. വരുന്ന തലമുറയെ എങ്ങനെ കരുപ്പിടിപ്പിക്കണം നല്ല നിലയിൽ എന്നതിനെ പറ്റിയുള്ള ചിന്തകളുമില്ല. അവരോട് സുഖം സുഭിക്ഷമായിട്ട് ജീവിക്കുക. അതിനപ്പുറത്തോട്ട് വരും തലമുറ നല്ല ആരോഗ്യത്തോടും, നല്ല ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യത്തോടുകൂടി ജീവിക്കണമെന്ന് നമ്മുടെ കർത്താക്കൾക്ക് അങ്ങനത്തെ ഒരു വിഷൻ ഇല്ല. അവർക്ക് അവരുടെ സ്വന്തം കാര്യം, അവരുടെ മക്കളുടെ കാര്യം. പിന്നെ ഒരു ജനത ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവസാനം ക്രൈം, വയലൻസ് എല്ലാം ആയിരിക്കും ഇതിന്റെ ഭാഗം. ഈ പറയുന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിയുമ്പോൾ പലരുടെയും പെരുമാറ്റങ്ങൾ വ്യത്യസ്തമാണ്. ചിലർ വളരെ സൈലന്റ് ആയി പാസീവായിട്ടിരിക്കും, ചിലർ അഗ്രസീവ് ആയിരിക്കും. നമ്മൾ കണ്ടു എറണാകുളത്ത് ഒരു ഹോട്ടലില്, ഹോട്ടൽ 18-ല് ഇതുപോലെ DJ പാർട്ടി ഒക്കെ കഴിഞ്ഞ് 2 കേസ് ഉണ്ടാകുന്നു. 2 സിനിമ ഒരാൾ സിനിമയിലുണ്ടായിരുന്നു, അവര് കേരള ക്യൂനൊക്കെ ആയിരുന്നു. 2 പേരും മരിച്ചുപോയി. അന്നൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരും കേട്ടു, അവിടുത്തെ കമ്മീഷണറായിരുന്ന ആളിനെ. അദ്ദേഹം ഇപ്പം സ്റ്റേറ്റ് വിട്ടുപോയി. അദ്ദേഹം DJ പാർട്ടിയിലൊക്കെ അവരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തെന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിലുള്ള എല്ലായിടത്തും ഒന്നുകിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ, അല്ലെ രാഷ്ട്രീയക്കാരെ, അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ, ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. കാര്യം ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന പണം എന്ന് പറയുന്നത് അഴിമതി പണം ഭയങ്കരമാണ്. കാര്യം മയക്കുമരുന്നുകൾക്ക് എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അത് സിന്തറ്റിക് ആകട്ടെ, നാച്ചുറൽ ഡ്രഗ്സ് ആകട്ടെ. അപ്പൊ ഇത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പം സിനിമാ നടികളിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി കൊണ്ടുവന്ന നമുക്കൊരു യാഥാർത്ഥ്യമാകും. കാരണം അവിടെ ഉണ്ടാകുന്ന പണം, അതായത് കള്ളപ്പണം ഇഷ്ടം പോലെയാണ്. അവർക്ക് ചെലവാക്കാനൊന്നും അവർക്ക് അറിയില്ല. അവർക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ സുഭിക്ഷമായിട്ട് ജീവിക്കണം. പക്ഷെ അവരുടെ ലൈഫാണ് റൂയിൻ ചെയ്തു പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ ശരീരത്തെയും അവരുടെ വ്യക്തിത്വത്തെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും ഈ ഡ്രഗും അതുപോലെ ബന്ധപ്പെട്ട ഡ്രഗ്സും ഒന്നും എടുക്കില്ല, ആൽക്കഹോളും ഒന്നും അവർ എടുക്കില്ല. കാര്യം അവരവരുടെ ശരീരത്തെ അതുപോലെ മാനിക്കുന്നുണ്ട്. നമുക്കറിയാം, ബോഡി ബിൽഡേഴ്സ് ആയിട്ടൊക്കെ ഉള്ള ഒത്തിരി നല്ല ആൾക്കാരുണ്ട്. അവരവരുടെ ശരീരത്തിന് ദോഷകരമായ ഒരു കാര്യം ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വാട്സാപ്പിനകത്ത് കണ്ടു വരണം, സുനിൽ ഗവാസ്കർ, ഇന്ത്യയുടെ പ്രഗത്ഭനായ ബാറ്റ്സ്മാനും അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റനും ഒക്കെ ആയിരുന്ന സുനിൽ ഗവാസ്കർ സ്കേർട്ട് വലിക്കുന്നവരുടെ ഇടയിൽ അദ്ദേഹം ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. കാര്യം അദ്ദേഹം പാസീവ് സ്മോക്കർ ആകാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തെ അദ്ദേഹം അതുപോലെ ബഹുമാനിക്കുന്നു എന്നുള്ള ഒരു വലിയ സത്യമാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വലിയ വ്യക്തിത്വങ്ങളെ ഈ വരുന്ന തലമുറയെ പറഞ്ഞ് പഠിപ്പിക്കണം. കാര്യം ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങൾ രാഷ്ട്രീയ രംഗത്തുനിന്ന് ആരും ഉപദേശിക്കാനൊന്നും കാണത്തില്ല. കാര്യം മദ്യത്തിന്റെ കൈക്കൂലിയും അതുപോലെ മയക്കുമരുന്ന് കൈക്കൂലിയും അതുപോലെ ലോട്ടറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകവും അതുപോലെ തന്നെ ഒക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഇത് തന്നെ ഭരണം തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇത് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യുവതലമുറയെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിപ്പിച്ചു കൊണ്ടുവരണം. കഴിഞ്ഞ ഒരു ദിവസം യാദൃശ്യമായിട്ടൊരു NSS ക്യാമ്പ് നടക്കുന്നിടത്ത് പോയപ്പോൾ
ഞാൻ അവിടെ കണ്ടു. കൊച്ചുകുട്ടികളെ അവിടെ ഡ്രഗിനെതിരെ പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചു വെച്ചേക്കുന്നത് കണ്ടു. അതൊരു പ്രതീക്ഷയാണ്. നല്ല ടീച്ചേഴ്സ് ഉള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ വരും തലമുറ അലേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇവരുടെ സ്വാധീനം, ഈ ഡ്രഗ് മാഫിയയുടെ സ്വാധീനം വളരെ വലുതാണ്. അവിടെ വയലൻസ് ഉണ്ട്, കുട്ടികളെ ഉപദ്രവിക്കും. പിന്നെ കുട്ടികളുടെ ഇടയിൽ തന്നെ ഇത്തരത്തിലുള്ള ഡ്രഗ് പ്രൊപ്പഗേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് കേരള പോലീസ് അക്കാദമിയില് കോടികൾ മുടക്കി ചെലവാക്കിയ ഒരു പോലീസ് റിസർച്ച് സെന്റർ ഉണ്ട്. അതവിടെ കാട് പിടിച്ച് കിടക്കുവാണ്. സത്യത്തില് ഇത്തരത്തിലുണ്ടാകുന്ന സോഷ്യൽ ഹാംസിന്, ഇതിപ്പം ട്രാഫിക് ആക്സിഡൻസ് ഉണ്ട്, ഡ്രഗിന്റെ ഇഷ്യൂ ഉണ്ട്, അതുപോലുള്ള മേജറായിട്ടുള്ള നമ്മുടെ ലൈഫിനെ അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെ പറ്റി ക്രൈംസിന്റെ കാര്യം തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട്. അതൊരു ഖനിയാണ് വിവരങ്ങളുടെ. അവിടുന്നൊക്കെ കണക്കുകൾ എടുത്ത് പഠിക്കാം. ഡ്രഗിന്റെ റൂട്ട് എങ്ങനെയാണ്, എവിടുന്നാണ് വരുന്നത്. നമുക്കറിയാം കൂടുതലും ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ നേരത്തെ ഒരു ചർച്ചയില് പറഞ്ഞിരുന്നത് എന്റെ IPS ബാച്ചിലുള്ള ഒരു ഓഫീസർ പാസ് ഓൺ ചെയ്ത ഒരു ഇത് വെച്ച് ബാംഗ്ലൂരിലൊക്കെ ഡ്രഗിൽ ഏർപ്പെടുന്ന ഇഷ്ടംപോലെ പേര് മലയാളികളാണെന്ന് പറഞ്ഞു. ഞാനൊരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ ഒരു വിഡ്ഢിയായ രാഷ്ട്രീയക്കാരനും അതിനകത്ത് പാനലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, റിട്ടയർഡ് SP-ക്ക് എവിടുന്നാണ് ഈ കണക്ക് കിട്ടിയെന്ന്. അയാൾക്ക് എവിടുന്നാ കണക്ക് കിട്ടിയെന്ന് പോലും അറിയാനുള്ള ബോധമില്ല. മാത്രമല്ല ഇവിടുത്തെ ഭരണം, അയാൾ ഈ ഇടയ്ക്ക് ഒരു ഇലക്ഷനിൽ നിന്ന് തോക്കുകയും ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ എവിടുന്ന് കണക്ക് കൊണ്ടുവന്നു. ഇവരൊക്കെ ഈ യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ ഇത് ഒരിക്കലും ഒരു പരിഹാരമാകില്ല. ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ക്യാൻസർ ഒരു വ്യക്തിയെ ബാധിക്കുന്ന പോലെ ഇതൊരു സോഷ്യൽ ക്യാൻസറാണ്. ഈ കേരള സമൂഹത്തെ ബാധിച്ചു കഴിഞ്ഞു. ഇതിന് പരിഹാരം കാണണമെങ്കിൽ ആത്മാർത്ഥതയുള്ളവരും രാജ്യസ്നേഹമുള്ളവരും വരും തലമുറയോട് സ്നേഹമുള്ളവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. ഈ ചാനൽ ചർച്ച കൊണ്ട് മാത്രമൊന്നും ചേഞ്ച് ഉണ്ടാവും തോന്നുന്നില്ല. ഇപ്പം നാളെ പത്രങ്ങൾക്കെല്ലാം അവധിയാണ്. 26-ാം തീയതി 27-ാം തീയതി വരുന്ന പത്രത്തിലെ പ്രധാന വാർത്തകള് ചാലക്കുടിയാണോ ഏറ്റവും കൂടുതൽ മദ്യം കഴിച്ചത്, അങ്കമാലിയാണോ കൂടുതൽ കഴിച്ചത്, കരുനാഗപ്പള്ളിയാണോ കൂടുതൽ കഴിച്ചതെന്നുള്ളതൊക്കെയാണ് പത്രങ്ങളിൽ വരുന്ന സ്ഥലം വാർത്തകള്. അതായിരിക്കും പ്രധാന ടൈറ്റിലുകളിൽ പിടിച്ചടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജനുവരി 2 or 3 ഒക്കെ ആയി കഴിയുമ്പോൾ അന്നേരം ഇതുപോലെ തന്നെ മദ്യം ഇവിടെ കഴിച്ചു കൂടുതൽ എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇതൊരു ഹാസ്യമാണ്. കാര്യം ആർക്കും ഉത്തരവാദിത്വമൊന്നുമില്ല. നമ്മളൊക്കെ ഫോർത്ത് എസ്റ്റേറ്റ് പില്ലർ എന്ന് പറയുന്ന ദൃശ്യ മാധ്യമങ്ങളെല്ലാം പ്രിന്റൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നിരന്തരം ഇതിനുകൂടെ നിന്നാൽ മാത്രമേ ഒരു ഫിനോമിനൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞു. ഈ യുവതലമുറയുടെ ഒക്കെ സ്കൂൾ പോകുന്ന കുട്ടികളുടെ ബാഗിൽ തന്നെ എന്തൊക്കെ കാണും. ഇന്നിപ്പം അതിന്റെ ഒരു പ്രധാന കാരണം സിനിമകളാണോ? സിനിമയിൽ വളരെ ലാഘവത്തോടു കൂടിയാണ് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, വളരെ കോമൺ ചെയ്തായാണ് കാണിക്കുന്നത്. അത് ഇത്തരത്തിലൊരു സ്വാധീനം ചെലുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും അതൊരു വലിയൊരു നാശമാണ്. എന്നിട്ട് അപ്പുറത്ത് മദ്യം ശരീരത്തിന് ഇഞ്ചോറിയസ് ആണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കരുതെന്ന് എഴുതി വെച്ചോണ്ടൊന്നും കാര്യമില്ല. ഒരിടത്ത് അവരത് പ്രൊപ്പഗേറ്റീവ് ആണ്. സിനിമയ്ക്ക് തന്നെ വയലൻസ് ഒക്കെ പേരിട്ട് ഇറക്കുമില്ല. ഈ ആർക്ക ഈ സമൂഹത്തോട് ഉത്തരവാദിത്വം? ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിക്കാം. പണമുണ്ട്, സ്വാധീനം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം. പിന്നെ ഇത്തരത്തിലുള്ള സിനിമയിൽ വരുന്നവരെ നമ്മൾ കുറച്ചു കഴിയുമ്പം അവർക്ക് പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ കൊടുക്കുന്നത് നമുക്ക് വായിക്കാം. രാജ്യത്തിന്റെ പരമോന്നതം കാര്യം അവരിതെല്ലാം സർക്കസുകൾ കാണിക്കുന്നു. അവർക്ക് ഇഷ്ടം പോലെ പണം കിട്ടുന്നു. അവർക്ക് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള ഒത്തിരി വെൽത്ത് ഉണ്ടാകുന്നു. ഒത്തിരി വെൽത്ത് ഉണ്ടാകുമ്പോൾ ഇത് എങ്ങനെയും ചെലവാക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളും കയറി വരുന്നു. അവര് ബാഹ്യ സൗന്ദര്യം അല്ല നോക്കേണ്ടത്, അവരുടെ ആത്യന്തികമായിട്ടുള്ള ആരോഗ്യവും അതുപോലെ അവരുടെ വ്യക്തിത്വം അവർ മാനിക്കണം. ഇപ്പൊ സിനിമാ നടികൾക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. നേരത്തെ എത്രയോ വിവാദങ്ങളുണ്ടായി. പല സിനിമാ ഷൂട്ടിംഗ് സൈറ്റുകളിൽ ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡ്രോൺ ഉണ്ട്. ഡ്രോൺ വെച്ച് നമ്മള് കോവിഡ് വന്ന സമയത്ത് കൊച്ചുകുട്ടികളെ എല്ലാം പിടിക്കാൻ എല്ലാം കൊണ്ടു ഓടിക്കുകയും ഒക്കെ ചെയ്തു. എന്തുകൊണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇത് മോണിറ്റർ ചെയ്തുകൂടാ? ഈ ഡ്രഗ് കൊണ്ടുവരുന്നവനെ ആന്റി സോഷ്യൽസിനെ എല്ലാം ഷാഡോ ചെയ്യണം, സർവൈൽ ചെയ്യണം. ഏറ്റവും ദുഃഖകരം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കോട്ടയെന്ന് പറഞ്ഞ ലെസർ ഹാം ആണ്. സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രിപ്പറേഷൻ കോട്ട 2003 ആക്ട് ആണ്. ഇത് ഇടയ്ക്കൊരു പോലീസിലെ ADGP-യെ കോട്ടയുടെ നോഡൽ ഓഫീസറായിട്ട് വെച്ചിരുന്നു. അദ്ദേഹം ഇന്ന് DGP ആണ്.
അദ്ദേഹം എപ്പോഴും ഈ കോട്ട സിഗരറ്റ് മാതിരിയുള്ള ഈ പ്രിപ്പറേഷൻസ് അത് അതർ സ്റ്റേറ്റ് ആയിട്ടുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഇത് വായിൽ കൊണ്ടു കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നയിക്കുന്ന ഒരു സ്റ്റേറ്റില് ഇങ്ങനെ കോട്ട പ്രോഡക്ട്സ് ഇറങ്ങും. ക്രിസ്മസൊക്കെ ആകുമ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഒത്തിരി ഇറങ്ങും, മദ്യം ഇറങ്ങും. അബ്കാരികൾ ഇഷ്ടംപോലെ ഭരണകർത്താക്കൾക്ക് കാശ് കൊടുത്തിട്ട് അവരെന്ത് ചെയ്യും, മയക്കുമരുന്ന് കയറി വരുന്നു. ഇവിടുന്ന് വരുന്ന ട്രെയിനിലും അതുപോലെ ലക്ഷറി ബസ്സസിലും അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്നിടത്തു നിന്നെല്ലാം നമ്മുടെ കുട്ടികൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ എൻജോയ് ചെയ്യുക. പക്ഷെ ആത്യന്തികമായിട്ട് അവരുടെ ശരീരവും മനസ്സും അവരുടെ വ്യക്തിത്വവും നഷ്ടപ്പെട്ടു പോയി. അവരുടെ ജീവിതം വളരെ പ്രിമച്ചുറായിട്ട് പോകുന്ന, ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, ഭൂമിയിൽ നിന്ന് നേരത്തെ വിടയൊല്ലേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുമെന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞാൽ നല്ലതാണ്. അതിനു വേണ്ടുന്ന ഒരു എക്കോസിസ്റ്റം നമ്മുടെ ഭരണകർത്താക്കളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ചെയ്താൽ നല്ലതാണ്. എത്ര പേര് ഈ മദ്യവും ഇതിൽ നിന്നൊക്കെ ഉന്നത ബ്യൂറോക്രാറ്റ്സ് മാറി നിൽക്കുന്നുണ്ടെന്നുള്ളത് അടുത്ത വിചിത്രമായ കാര്യമാണ്. നേരത്തെ പോയ ചീഫ് സെക്രട്ടറി ആയിരുന്ന ബിശ്വാസ് മേത്ത ഒരു കത്ത് എഴുതിക്കൊണ്ട് പിന്നെ ചീഫ് സെക്രട്ടറി ആയിരുന്ന VP ജോയ് സാറിന്റെ അടുത്ത് ചെന്നിട്ട് തിരുവനന്തപുരത്തെ IAS സെന്ററിൽ അവിടുത്തെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്, അതിന് ലൈസൻസ് ഫീ കുറച്ച് മദ്യം കച്ചവടത്തിനുള്ള ബാർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കൊച്ചി നേവൽ ബേസിനുള്ള പോലെ എന്നൊക്കെ പറഞ്ഞ് കത്ത് കൊടുത്തത് അന്നത്തെ ചീഫ് സെക്രട്ടറി, ഈ മുൻ ചീഫ് സെക്രട്ടറി കൊടുത്തത് അന്നത്തെ ചീഫ് സെക്രട്ടറി CMന്റെ അടുത്ത് പോയെന്നും സാറ് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് നടന്നില്ലെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയായതാണ്. അപ്പം ആര് ഇതിനൊക്കെ മണികെട്ടും, പൂജയ്ക്കാര് മണികെട്ടും, ഈ മാഫിയയെ ആരില്ലാതാക്കും എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. ഇനി ആരെങ്കിലും ഒരാള് ആത്മാർത്ഥമുള്ള ഒരാള് മുമ്പോട്ട് വന്ന് ഈ സമൂഹത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ, ഒരു തരംഗം ഇതിനെതിരെ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇതിനെല്ലാം വിൽ ഓഫ് ദ പീപ്പിൾ വേണം. ജനം പ്രതികരണശേഷി ഇല്ലാതെ ഇവിടെ എന്തും നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയാണെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയൊക്കെ നശിച്ച് മോശമായി പോകും. അവരിതിന് എല്ലാം അടിമയാകും എന്നുള്ളതാണ് എന്റെ പോലീസ് അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ശരി, വളരെ നന്ദി സർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.